ഹലോ എവ്രിവൺ, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഫ്രഷ് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കിയെടുത്തതെന്ന്. ഈ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് പഞ്ചസാര, 4 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 200 ml പാൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 മുട്ട, 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, ഏകദേശം 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഓറഞ്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തത്, കുറച്ച് അനാർ, 2 ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തത്, ആവശ്യത്തിന് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അത് നമ്മൾ നേരത്തെ അരിച്ച് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് ശരിക്കൊന്ന് ഇളക്കിയെടുക്കുക. ഈ പഞ്ചസാരയും മൈദയും ആയിട്ട് നന്നായിട്ട് മിക്സായി വരുന്ന പോലെ ശരിക്കൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ഈ മൈദയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ഇതിലൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ നമുക്കിനി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ ഈ മൈദയിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ 3 മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ മാക്സിമം ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്നും കൂടി മുട്ടയിൽ ഒന്നുകൂടി മിക്സിയിൽ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത ആ മുട്ടയും പാലിലേക്ക് നമുക്ക് വാനില എസൻസും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ മിക്സിയിൽ വെച്ച് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയും പാലും വാനില എസൻസും അടങ്ങിയിട്ടുള്ള മിക്സ് നമുക്ക് 3 പോർഷനായിട്ട് ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് പോർഷൻ ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. അത് ശരിക്കൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പോർഷൻ ഒഴിച്ചു കൊടുക്കാം.
അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ പോർഷനും കൂടി ഒഴിച്ച് ശരിക്കൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ കഴിയുന്നതും മാക്സിമം ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ഈ ബാറ്ററിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുക. കറുവപ്പട്ട നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് സിനമൺ പൗഡർ. അത് ഈ മിക്സിലൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയും ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് ഇളക്കിയെടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അനാറുകൾ ഇട്ട് കൊടുക്കുക. അതും കൂടി നമ്മുടെ ഈ മിക്സിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കറിലെ പാൻ ബട്ടറോ നെയ്യോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നെയ്യ് പുരട്ടാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു A4 പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ ബട്ടർ തേച്ച് പിടിപ്പിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ബബിൾസൊക്കെ പോകാനും പിന്നെ അതുപോലെ ഇത് നന്നായിട്ട് ലെവൽ ചെയ്യാനായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കാഷ്നട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള ഈ പാൻ ഇലക്ട്രിക് കുക്കറിലേക്ക് എടുത്തു വെക്കാം.
2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് വാം മോഡിലുള്ള ഹീറ്ററിനെ നമുക്ക് കുക്ക് മോഡിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഈ കുക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ വാം മോഡിലേക്ക് ഇത് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കിത് 2 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്ക് മോഡിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. ഞാനിതൊരു ഏകദേശം 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി വാം മോഡിലേക്കും കുക്ക് മോഡിലേക്കൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കോ എടുത്തിട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇറക്കി നോക്കാം. അപ്പോൾ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ അതിനർത്ഥം ഇത് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. ഞങ്ങളുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.